السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كالتي حيلتي أدركني يا رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. مررت على القبور مسلما قبر الحبيب ولم يرد جوابي. ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധവും പരിപാവനവുമായ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയം വരെയും നാം ചെയ്തുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹത്തായ ഫളൽ കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമായ ജീവിതം, പാപരഹിതമായ ജീവിതം നയിച്ചുകൊണ്ട് അവസാനം ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് പരിശുദ്ധമായ കലിമത്തു ഷഹാദ ഉറക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ നിക്കാഹിനെ കണ്ട് സന്തോഷിച്ച് മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നുള്ള സുഖമില്ലാതെ കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, നമ്മളെ വീടുകളിൽ കഴിയുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആജിലായ പരിപൂർണമായ കാമിലായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, അകാലങ്ങളിൽ പൊരിഞ്ഞുപോയ യുവതി യുവാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശിഷ്യ ആലഞ്ചേരി മുസ്ലിം ജമാഅത്തിന്റെ അംഗണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അതുപോലെ മറ്റുള്ള പരിസര മഹല്ലുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പരിപൂർണമായ ഇത്ഖും മിനന്നാർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് കടന്നുപോയിട്ടുള്ള അംബിയാ മുർസലുകളും അവരുടെ സമുദായങ്ങളും ആ സമുദായങ്ങളെയും അപേക്ഷിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് ആയുസ് കുറവാണ്. മുൻകഴിഞ്ഞുപോയ സമുദായങ്ങളും പ്രവാചകന്മാരെയും അപേക്ഷിച്ച് ഈ സമുദായത്തിനും ഈ കാലഘട്ടത്തിൽ താമസിക്കുന്നവർക്കും ആയുസ് വളരെ കുറവാണ്. ആയുസ്സും ആരോഗ്യവും തന്നെ വളരെ കുറവാണ്. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ നൂഹ് നബിയെ സംബന്ധിച്ച് അല്ലാഹു പറയുന്ന ആ ഭാഗത്ത് കാണാം,
ആ നൂഹ് നബിയുടെ പ്രബോധന ബോധയിലേക്ക് ഇറങ്ങി തിരിച്ച ആ വർഷം 950 കൊല്ലമായിരുന്നു. ആയുസിനെ പറ്റിയല്ല, ജീവിച്ചിരുന്ന കാലത്തെ പറ്റിയല്ല പറയുന്നത്. ആ നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയത് 950 വർഷക്കാലം. അപ്പോ ഇത്ര വർഷം 9.5 നൂറ്റാണ്ട്, 950 കൊല്ലം നൂഹ് നബി ജനിച്ചു, പ്രബോധനം ചെയ്തു. വേറൊരു ആയത്തിൽ സൂറത്തുൽ ഫജ്റിൽ അള്ളാഹു പറയുന്നത് ലം യത്മിസ്ഹുന്ന ലം യുഖ്ലഖു മിസ്ലുഹാ ഫിൽ ബിലാദ്. വേറെ ഒരു സമുദായത്തെ പറ്റി അള്ളാഹു പറയുന്നത് അവരെ പോലെ ഒരു സൃഷ്ടികളെ പിന്നെ അള്ളാഹു ഈ ലോകത്ത് പടച്ചിട്ടില്ല. അത്രയ്ക്കും വലിയ ആരോഗ്യമുള്ളവരായിരുന്നു അവർ. ആരാണ്? ലം യുഖ്ലഖു മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ الذين جابوا صخر بالواد وفرعون ذي الأوتاد. അവരെ പറ്റി ഖുർആൻ പറയുന്നത് ആ സമുദായത്തെ പോലെ ഒരു സമുദായത്തെ അല്ലാഹു ഈ ലോകത്ത് പടച്ചിട്ടില്ല. അത്രയ്ക്കും വലിയ ആരോഗ്യമുള്ളവരായിരുന്നു ആദ് സമുദായം. അവരുടെ നീളം മുഴം അവിടെ 12 അടി മുഴമുള്ളവരായിരുന്നു. ഒരു തെങ്ങിന്റെ അത്രയും വലിപ്പമുള്ളവരായിരുന്നു അവരെ പോലെ ആരോഗ്യമുള്ളവരും അവരെ പോലെ വലിയവരുമായ ആളുകളെ പിന്നെ റബ്ബുൽ ഇസ്സത്ത് ഈ ദുനിയാവിൽ പടച്ചിട്ടില്ല. അപ്പോൾ അവരെ പോലെയുള്ള മുൻഗാമികളായ ആളുകളെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലോ ഈ സമുദായത്തിലുള്ള മുഹമ്മദ് നബിയുടെ സമുദായത്തിനും അവരുടെ ഉമ്മത്തുകൾക്കും ശേഷമുള്ളവർക്കെല്ലാം ആയുസ്സും ആരോഗ്യവും വളരെ കുറവാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് 100 വർഷം ജീവിച്ചു പോയ ഒരാൾക്ക് 50 വർഷം ജീവിച്ച ആളിന്റെ അത്രയും പ്രതിഫലം ഉണ്ടാവുകയില്ല. അദ്ദേഹം ഒരുപാട് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്, ഒരുപാട് സദഖ കൊടുത്തിട്ടുള്ളവരാണ്, ഒരുപാട് നന്മകൾ ചെയ്തവരാണ് 100 വർഷം ജീവിച്ചവര്. നേരെ മറിച്ച് 50 വർഷം മാത്രം ജീവിച്ചവർക്ക് അത്രയും വലിയ സ്ഥാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ചില അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിമിതങ്ങളാണ് പറഞ്ഞത്, നാളെ ആഖിറത്തിൽ നഹ്നുൽ ആഖിറൂൻ, നമ്മൾ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഉള്ളവരാണെങ്കിലും വസ്സബിഖൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് നമ്മൾ മുൻകടന്നവരാണ്. നാളെ ആഖിറത്തിൽ നമ്മൾ ഏറ്റവും മുൻപന്തിയിലുള്ളവരാണ്. ഈ ദുനിയാവിൽ നമ്മൾ ഏറ്റവും താഴെയുള്ളവർ, ഏറ്റവും അവസാനമുള്ളവരാണെങ്കിലും വസ്സാബിഖൂന യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളില് നമ്മളാണ് മുൻകടന്നു പോയവര്, നമ്മളാണ് ഏറ്റവും ശ്രേഷ്ഠമുള്ളവരാണ് സ്വഹാബ എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് കുന്തും ഖൈറ ഉമ്മത്തിൻ ലിയുഖ്രിജത് ലിന്നാസ്, നമ്മളാണ് ഏറ്റവും ശ്രേഷ്ഠമുള്ള സമുദായം. അതിന് അല്ലാഹു നൽകിയിട്ടുള്ള ചില ഉപാധികൾ, ചില നന്മകളുണ്ട്. മറ്റുള്ളവർക്ക് അല്ലാഹു ഒരുപാട് ആയുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് ആ ആയുസിലേക്ക് ചെന്നെത്താൻ വേണ്ടിയുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമതാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ ഒരു ദിവസം 83 വർഷത്തിന്റെ ദൂരമാണ്. രണ്ടാമത് അല്ലാഹു കൊടുത്തതാണ് യൗമുൽ ജുമുഅ, ജുമുഅ ദിവസം. അതാണ് ഈ പരിശുദ്ധമായ ഈ ദിവസം. ഈ ജുമുഅ ദിവസം നബിതങ്ങൾക്കല്ല അല്ലാഹു ആദ്യം നൽകിയത്, ജൂതന്മാർക്കായിരുന്നു. അവര് അതിനെ വിനിയോഗിച്ചില്ല. അല്ലാഹു നസ്രാണികൾക്ക് അല്ലാഹു കൊടുത്തു, അതും വിനിയോഗിച്ചില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് അല്ലാഹു യൗമുൽ ജുമുഅ ദിവസം കൊടുത്തു. അത് നബിതങ്ങൾ വളരെ ഭക്തിപൂർവം ഇന്ന് വരെ കൊണ്ടുപോയി. ആ യൗമുൽ ജുമുഅയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമുദായത്തിന് അല്ലാഹു ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസമായിരുന്നു യൗമുൽ ജുമുഅ. അതേ ജൂതന്മാർക്ക് അല്ലാഹു കൊടുത്ത ദിവസമാണ് യൗമുൽ സബത്ത്. ക്രൈസ്തവർക്ക് അല്ലാഹു കൊടുത്ത മാസമാണ് യൗമുൽ അഹദ്, ഞായറാഴ്ച ദിവസം. ഇരിക്കട്ടെ, ആ യൗമുൽ ജുമുഅ ദിവസം വളരെ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ഈ ദിവസം. ഈ ദിവസത്തെ സംബന്ധിച്ച് ഹദീസുകൾ പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയ്ക്ക് മാത്രം മഹത്വമുള്ള ദിവസമാണ് ഈ ദിവസം. ഈ ദിവസത്തെയാണ് നമ്മൾ വെറുതെ അങ്ങ് കളയുന്നത്. സാധാരണ വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മുൻഗാമികള് അവർ നേരത്തെ കുളിച്ച് പള്ളിയിലേക്ക് വരുമായിരുന്നു, വളരെ ഭക്തിപൂർവം. വന്നിട്ട് അവരവിടെ സലാത്തുകൾ, സലാമുകൾ, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമായിരുന്നു.
ഇന്ന് നമ്മള് നഹ്നുൽ ആഖിറൂൻ, അവസാന കാലഘട്ടമുള്ള നമ്മൾ ചെയ്യുന്ന പണി എന്താണ്? അതേ ബാങ്ക് വിളി കഴിഞ്ഞ് ആ സമയത്താണ് കുളിക്കാൻ ഇറങ്ങുന്നത്. മുസ്ലിയാരെ പ്രഭാഷണം നടക്കുമ്പോ ആ സമയത്താണ് നമ്മൾ കടന്നു വരുന്നത്. എന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല, ഒരുങ്ങി അങ്ങനെ ഖുതുബയ്ക്ക് വേണ്ടി കയറുന്ന സമയത്ത് ഓടി വന്നുകൊണ്ട് നമസ്കരിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇൻഷാ അല്ലാഹ് അതിന്റെ അവസാനം അതിനെ പറ്റി പറയും. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജുമ കിട്ടുമ്പോ ജുമ കിട്ടുകയില്ല. ഈ ദിവസത്തെ ജുമ കിട്ടണമെങ്കിൽ ഈ മെമ്പറിലേക്ക് ഇമാമ കടക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ പള്ളിയിൽ വന്നിട്ടുണ്ടോ അവർക്ക് മാത്രമേ ജുമയുടെ ആ ലിസ്റ്റിൽ അവരുടെ പേരുണ്ടാവുകയുള്ളൂ, അല്ലാത്തവർക്ക് ഉണ്ടാവില്ല. നമസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി കഴിഞ്ഞാൽ വരുന്ന എത്ര ആളുകൾ ഉണ്ടെങ്കിലും ഏത് വലിയ പണ്ഡിതനാണെങ്കിലും അവനേക്ക് ജുമയുടെ പേര് ലിസ്റ്റിൽ ഉണ്ടാവുകയില്ല. അതല്ലേ മുഅദ്ദിൻ സാഹിബ് വാളെടുത്ത് പറയുന്നത് എന്താണ്? അൽ യൗമുൽ ജുമുഅത്തി തഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫർള് റവൽ ബുഖാരി വ മുസ്ലിം അൻ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ്? 2 റകഅത്തിന് സമമാണ് ആ ഖുതുബ. ആ ഖുതുബ ഓടുന്ന സമയം നിങ്ങൾ ശ്രദ്ധം, നിങ്ങൾ അതിനെ നിങ്ങൾ വീക്ഷിക്കണം. നിങ്ങൾ ആ ഖുതുബ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. ആ സമയത്ത് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കുന്ന ഒരാളെ കണ്ടാൽ സംസാരിക്കരുത് എന്ന് പറയാൻ പോലും പാടില്ലാത്ത ആ ടൈമില് നിങ്ങൾ ആ ഖുതുബ നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. കാരണം എന്താണ്? 2 റക്അത്തിന്റെ സ്ഥാനത്താണ് ആ ഖുതുബയുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെയുള്ളവനിക്കാണ് ജുമാ കിട്ടുന്നത്. ഇത്രയും ശ്രേഷ്ഠമായ ഈ അമല് ഇവിടെ നടക്കവേ നമ്മൾ അവിടെയും ഇവിടെയും കറങ്ങി തിരിഞ്ഞ് കടകളിൽ കമ്പോളങ്ങളിൽ ഇരുന്ന് സ്വറ പറഞ്ഞ അവസാനം സലാം വിട്ടുമ്പോൾ നമസ്കാരം തുടങ്ങുമ്പോൾ കയറി വന്നിട്ട് കാര്യമില്ല ചെറുപ്പക്കാരാ. അതിന്റെ സമയത്ത് വന്നിട്ട് കാര്യമുണ്ടോ പിതാക്കന്മാരെ? അതുകൊണ്ട് ജുമാ ദിവസത്തിൽ നിങ്ങൾ നേരത്തെ നിങ്ങൾ വരണം. ആ സമയത്ത് നിങ്ങൾ ഇത്തികാഫിന്റെ നിയ്യത്തോടു കൂടി ഇരുന്നു കൊണ്ട് നിങ്ങൾ സ്വലാത്തുകൾ സലാമുകൾ നിങ്ങൾ ചൊല്ലിക്കോ. ഈ സമയത്തിന്റെ അവസാനം അതിനെ പറ്റി പറയും. ഇരിക്കട്ടെ, ഈ ദിവസത്തെ പറ്റി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? ഇന്ന യൗമൽ ജുമുഅ, നിശ്ചയമായും ജുമാ ദിവസം, വ ലൈലത്തുൽ ജുമുഅത്തി വന്നഹാർ, ആ ജുമാ ദിവസത്തിന്റെ ഒരു രാവും പകലും എന്ന് പറഞ്ഞാൽ 24 സഅ, 24 മണിക്കൂറാണ് സമയമുള്ളത്. ഇന്നലെ വ്യാഴാഴ്ച ദിവസം സൂര്യൻ അസ്തമിച്ച് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിനിടയിലുള്ള മണിക്കൂറുകൾ 24 മണിക്കൂർ സമയമാണ്. അപ്പോൾ നിബിധങ്ങൾ പറയാണ്, ലൈസ ഫീഹാ സഅത്തുൻ, ഒരു സെക്കൻഡ് പോലും ഒരു മണിക്കൂറും കടന്നു പോകുന്നില്ല. ഇല്ലാ വലില്ലാഹി ഫീഹാ 600 അതീഖും മിനന്നാർ. എല്ലാ ഓരോ മണിക്കൂറിലും 600 ആളുകളെ അല്ലാഹു യുദ്ധക്ക് ചെയ്തിട്ടല്ലാതെ, എവിടെയാണ്? നരകമോചനം കൊടുത്തിട്ടല്ലാതെ ഓരോ മണിക്കൂറും കടന്നു പോകുന്നില്ല. ദിവസത്തിന്റെ ശ്രേഷ്ഠതയാണ്. വെള്ളിയാഴ്ച ദിവസം 24 മണിക്കൂർ, ആ ഓരോ മണിക്കൂറിലും 600 ആളുകളെ ഇത്തുക്കുമിനാർ നരകമോചനം അല്ലാഹു നൽകുന്നുണ്ട്. ആരാണ് അവര്? കുല്ലുഹും ഖദിസ്തൗജബന്നാർ, ആ ആളുകളെല്ലാം നരകം നിർബന്ധമാക്കപ്പെട്ടവരായിരുന്നു. അങ്ങനെയുള്ള 600 ആളുകളെ മണിക്കൂർ അല്ലാഹു ഇത്ക്ക് കൊടുക്കുന്ന സുന്ദരമായ അതേ വളരെ ശ്രേഷ്ഠമായ ദിവസമാണ് യൗമുൽ ജുമുഅ. ഈ ദിവസമാണ് നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഒരു സത്യവിശ്വാസിയായ ഒരു മുസ്ലിം ഒരു സഹോദരൻ അവൻ വെള്ളിയാഴ്ച രാവിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മളല്ലേ എപ്പോഴും ദുആ ചെയ്യുന്നത്? നമ്മൾ ഇപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തുൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ, അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തുൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ. പടച്ചവനെ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ നീ ഞങ്ങളെ മരിപ്പിക്കണം അല്ലാഹ്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ദുആ ചെയ്യുന്നത്?
ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നബി തങ്ങൾ പറയുകയാണ്, മൻ മാത യൗമൽ ജുമുഅ, ഒരാൾ ജുമുഅ ദിവസത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉഖിയ അദാബൽ ഖബർ, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് അവനെ അല്ലാഹു ഒഴിവാക്കുന്നതാണ്. ഖബർ ശിക്ഷ ഉണ്ടാവുകയില്ല എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തുൽ ജുമുഅ, ജുമുഅ ദിവസത്തിലെ രാവിലോ പകലിലോ നീ ഞങ്ങളെ മരിപ്പിക്കണേ റബ്ബേ. അങ്ങനെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനിക്ക് ഖബറിലെ ഭീകരമായ ഒരവസ്ഥ ഉണ്ടാവുകയില്ല. എന്താണ് ഖബർ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നീ ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ നീ വാവിട്ട് കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന, അതിൽ കിടക്കേണ്ടതാ കാലം സമാന. കോമളവർമ്മ മൃദുലമായ ശരീരത്തിൽ പുഴുക്കൾ പരസ്പരം തിന്നുന്നതിനാൽ. അതേ മഹാനായ തലവ ഉസ്താദ് പറഞ്ഞ വരികളാണല്ലോ നമ്മൾ ഓർമ്മ വരുന്നത്. അതേ സുവർണ കോമളമായ നിന്റെ ശരീരത്തില് അതേ ജീവികളും തേളുകളും പാമ്പുകളും പാറുകാലികളും അങ്ങനെ ചിതലുകളും പുഴുക്കളും പരസ്പരം മത്സരിച്ച് തിന്നുമ്പോ നീ ലോകത്ത് നല്ല വിറ്റാമിൻ സാധനങ്ങളെ തിന്ന് നീ പുറ്റിച്ചെടുത്ത നിന്റെ ശരീരഭാഗങ്ങളെല്ലാം അതേ പാമ്പുകളും തേളുകളും കൊത്തിവലിക്കുന്ന സമയത്ത് അവിടെ ക്യൂ സിസ്റ്റം ഇല്ല. മാവേലി സ്റ്റോറിൽ പോകുമ്പോൾ ക്യൂ നിൽക്കണം, അതേ ബാറുകളിൽ പോകുമ്പോൾ ക്യൂ നിൽക്കണം. 2000 രൂപ മാറാൻ വേണ്ടി നമ്മൾ എത്ര ക്യൂ നിന്നതാണ്. അങ്ങനെ ക്യൂ നിൽക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ടവരുണ്ട്. ബാങ്കുകളിൽ പോയാൽ നമ്മൾ ക്യൂ നിൽക്കണം. പക്ഷേ ഖബറില് പുഴുക്കൾക്കും തേളുകൾക്കും പാറുകാലികൾക്കും ക്യൂ ഇല്ല. ചില പാറുകാലികൾ മൂക്കിൽ കൂടി കയറി കണ്ണിൽ കൂടി ഇറങ്ങിപ്പോകുന്നു. അല്ലാഹ്, ആ സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടോ? തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോയ കൂട്ടുകാരുണ്ടോ? നമസ്കരിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ മാതാപിതാക്കളുണ്ടോ? അതെ, മക്കളെ പഠിപ്പിക്കാൻ വിടാത്ത മാതാപിതാക്കളില്ല. അവിടെ മക്കൾക്ക് കൂട്ട് മാതാപിതാക്കളില്ല, കൂട്ടുകാർക്ക് കൂട്ടുകാരില്ല. അവിടെ ഏകയായ ആ ഖബറിനുള്ളിൽ കിടക്കേണ്ടത് നമ്മൾ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾ മാത്രമേ നമുക്ക് അവിടെ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ചെയ്യണം. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കുറെ അമൽ ചെയ്യണം. ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് നമ്മൾ അമൽ തേടാൻ പാടില്ല. നമ്മൾ കണ്ടില്ലേ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് 70,000 ദിക്ർ നീ ചൊല്ലി വെക്കണം. 70,000 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ നീ ചൊല്ലി വെക്കണം എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. നമ്മളിവിടെ എങ്ങനെയാണ്? മരണപ്പെട്ടു പോയതിനു ശേഷമാണ് നമ്മൾ ചെല്ലുന്നത്, എങ്കിൽ അവരെ കൊണ്ട് ചെല്ലിക്കുന്നതിന് മുമ്പ് തന്നെ നീ 70,000 ദിക്ർ നീ ചൊല്ലി വെച്ചോ. ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദിവസം മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബറിലെ അദാബിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് നബിതങ്ങൾ? നബിതങ്ങൾ ആരാണ്? 40 വയസ്സായപ്പോഴല്ലേ നബിതങ്ങൾക്ക് നബുവത്ത് കിട്ടിയിട്ടുള്ളത്. ആ 40 വയസ്സ് വരെയുള്ള ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും വലിയ ഒരാളും കണ്ടിട്ടില്ല. കണ്ടില്ലേ, അബൂ താലിബ് റളിയല്ലാഹു തആല അൻഹു കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ വലിയ നാണമുള്ളവരായിരുന്നു നബിതങ്ങള്. അങ്ങനെ പ്രത്യേകമായ സംരക്ഷണം കൊടുത്തു അല്ലാഹു പോറ്റി വളർത്തിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുകയാണ്, ഓ നബിയേ, എനിക്ക് മുഹമ്മദ് നബിയെ എനിക്കൊന്ന് കാണണം നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, നീ കണ്ടോ അബൂബക്കറെ? ഇത് കണ്ടോ? അബൂബക്കറല്ല, എനിക്ക് യഥാർത്ഥ മുഹമ്മദ് നബിയെ കാണണം എന്ന് പറഞ്ഞപ്പോ അല്ലാഹു റസൂലിന്റെ ശരീരത്തിന്റെ ബട്ടൺ വിട്ടുമ്പോ ആ സൗന്ദര്യം കണ്ട് പ്രകാശം കണ്ടിട്ട് ബോധരഹിതനായി മഹാനായ സിദ്ദീഖ് തങ്ങള് ആ റസൂലുള്ളാഹിയുടെ യഥാർത്ഥ രൂപം കണ്ടവരുണ്ടോ? നബിതങ്ങളെ മഹാന്മാര് പരിശുദ്ധമായ ഖുർആൻ എന്താ പറയുന്നത്? വല്ലുഹാ വല്ലൈലി ഇദാ സജാ
ചിന്തിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവൻ, നബി തങ്ങൾ സൂര്യനാണ്. ആ സൂര്യനിലേക്ക് നമുക്ക് നോക്കാൻ നമുക്ക് പറ്റുമോ? ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഓ സഹാബത്തെ, വഫാത്താകുന്ന സമയമില്ല. വഫാത്താകുന്ന തൊട്ട് മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, ഹജ്ജത്തുൽ വദായിൽ വെച്ച്, എന്താ, ഞാൻ നിങ്ങളുമായി 63 വർഷം വരെ ഇവിടെ ജീവിച്ചവരാണ്. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നമോ പ്രയാസമോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പൊരുത്തപ്പെട്ട് തരണം കേട്ടോ. ഒരു രാജാവ്, നേതാവ് ഒരു ചോദിക്കുകയാണ്, നമ്മളോട് ആരെങ്കിലും MLA ആയിട്ടോ MP ആയിട്ടോ മന്ത്രിയായിട്ടോ പോയിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കുവോ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ആ ഉമർ റളിയല്ലാഹു ഒരാൾ എന്ന് പറഞ്ഞു, ഓ നബിയെ, സ്ത്രീകൾ മുഴുവനും മഹർ ഒരുപാട് ചോദിക്കുന്നു, അതുകൊണ്ട് അങ്ങൊന്ന് പറയണം എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സഹോദരിമാരോട് പറഞ്ഞു, നിങ്ങൾ നബി തങ്ങൾ 400 ദിർഹമാണ് കൊടുത്തിട്ടുള്ളത്, അതിനപ്പുറം നിങ്ങൾ ചോദിക്കരുത് കേട്ടോ. ഒരു സ്വഹാബി വനിത എന്നിട്ട് കൊണ്ട് ചോദിച്ചു, ഉമറേ, കിൻത്വാറൻ, നിങ്ങൾ ഒരു സ്വർണ്ണ കുമ്പാരമാണ് നിങ്ങൾക്ക് മഹർ കൊടുക്കുന്നതാണെങ്കിലും നിങ്ങൾ സന്തോഷമായി സ്വീകരിക്കണം. അപ്പോൾ സ്വർണ്ണ കുമ്പാരം വരെ കൊടുക്കാൻ ഓർമ്മയുണ്ടല്ലോ. ആ ഉമർ റളിയല്ലാഹു ചോദ്യം ചെയ്തപ്പോ ഉമർ റളിയല്ലാഹു ആ നിയമം മാറ്റി. നമ്മളിവിടെ ആരെങ്കിലും ചോദിക്കുവോ? എന്റെ പ്രിയപ്പെട്ടവരെ, പഞ്ചായത്തിൽ നിന്ന് ജയിച്ചു പോയ ആളുകൾ ചോദിക്കുവോ? ഇല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ് സ്വഹാബത്തിനോട്, ഞാനും നിങ്ങൾ ഇടകലർന്ന് ജീവിച്ചത് കൊണ്ട് എന്തെങ്കിലും എന്നിൽ നിന്നും ഉണ്ടായിട്ടുള്ള അബദ്ധങ്ങൾ നിങ്ങൾ പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉഖാശ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഓ നബിയെ, എനിക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റൂല. വിഷയങ്ങൾ മാറിപ്പോവുകയാണ്. പൊരുത്തപ്പെടാൻ പറ്റൂല. കാരണം എന്താണ്? അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ വെച്ച് അങ്ങന്റെ വയറ്റിൽ അങ്ങയുടെ വടി വെച്ച് എന്നെ കുത്തിയിട്ടുണ്ട്, അതെനിക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ മഹാന്മാരാകുന്ന സ്വഹാബത്തുൽ കിറാം, മഹാനായ ഉമർ തങ്ങൾ ചാടി എഴുന്നേറ്റു വാളൂരിക്കൊണ്ട് നബി തങ്ങളോട് തർക്കിക്കുന്നോടാ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യാ ഉമറേ, നീ അനങ്ങരുത്. ഉഖാശ ചോദിച്ചോട്ടെ, ഉഖാശ പകരം ചോദിച്ചോട്ടെ, ഉമറേ നീ അവിടെ അടങ്ങിയിരുന്നോളൂ. രണ്ടാമത് ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ എന്നെ വടിവെച്ച് കുത്തിയതാണെന്ന് പറഞ്ഞപ്പോ എനിക്കും അതുപോലെ കുത്തണം നബിയേ. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൊച്ചുമക്കളാകുന്ന ഹസ്സനും ഹുസൈനും കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, യാ ഉഖാശ, എന്റെ ഉപ്പുപ്പായോട് നീയുള്ള പ്രതികാരം നിനക്ക് മാറ്റിക്കൂടെ? അല്ല, എനിക്ക് ചോദിക്കണം. നബി തങ്ങൾ പറഞ്ഞു, മോനെ നീ ചോദിച്ചോളൂ. അപ്പോൾ എനിക്ക് ആ വടി തന്നെ വേണം. ചുരുക്കി പറയട്ടെ, സമയമില്ല. എനിക്ക് ആ വടി തന്നെ വേണം എന്ന് പറഞ്ഞപ്പോ അതേ ഇലാ ഹദ്റത്തി ഫാത്തിമ, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് പോയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വടി കൊണ്ടുവന്നു ഉഖാശയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഉഖാശയോട് പറഞ്ഞു, നീ കുത്തിക്കോളൂ. അങ്ങനെ ഉഖാശ കുത്താൻ വേണ്ടി അടുത്തേക്ക് വന്ന സമയത്ത് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങനെ കുത്തുന്ന സമയത്ത് എനിക്ക് വസ്ത്രമില്ലായിരുന്നോ, എനിക്ക് ഷർട്ടില്ലായിരുന്നോ, അതുകൊണ്ട് അവിടുത്തെ വസ്ത്രം ഒന്ന് ഊരിത്തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വസ്ത്രം ഒന്ന് ഊരി മാറ്റിയപ്പോ കശംസു തദ്ഹറു ലിൽ ഐനൈനി മിൻ വസുഫി, അവിടുത്തെ പ്രോജ്വലമായ പ്രകാശം കണ്ട് മഹാനായ ഉഖാശ റളിയല്ലാഹു അൻഹു അതേ അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തുരുതുരാ ഉമ്മ വെക്കുകയാണ്. എന്തിനാണ് ചെയ്തത്? പ്രതികാരമുണ്ട് എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ നബിയേ? ഈ കാണുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് എനിക്ക് അങ്ങയൊന്ന് തൊടാൻ പോലും സാധിക്കുകയില്ല. പാവിയായ എനിക്കല്ലേ അങ്ങയുടെ ശരീരം ഈ ഉഖാശയുടെ ശരീരമായി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഈ ഉഖാശയുടെ ശരീരം നരകത്തിന് ഹറാമാണല്ലോ നബിയേ. അതാണ് സ്നേഹം, അതല്ലേ സ്നേഹം എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്?
അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പകരം ചോദിച്ചു, അതുപോലെ തന്നെയാണ് ഈ ദിവസം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു അറിഞ്ഞു നൽകിയ സമ്മാനമാണ് യൗമുൽ ജുമുഅ. ആ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥന എന്താണ്? ഈ ദിവസം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ നമുക്ക് ശിക്ഷ ഉണ്ടാകില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? ഈ ദിവസം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്തുകളെ ചൊല്ലാനല്ല പറഞ്ഞത്, അധികരിപ്പിക്കുക. നമസ്കാര സലാത്തിനെ അധികരിപ്പിക്കണം. ആ സലാത്തിനെ അധികരിപ്പിക്കാൻ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഇന്ന സ്വലാത്ത തുറദു അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന ഒരു സലാത്തും 5500 കിലോമീറ്റർ അപ്പുറമുള്ള സൗദി അറേബ്യയിലെ മദീന മുനവ്വറയിൽ കിടക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഖബറിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമാണ്. എങ്കിൽ സംശയിക്കേണ്ട. ബുഖാരി ഉദ്ധരിച്ച ഹദീസ് എന്താ പറയുന്നത്? ഇന്ന സ്വലാത്ത അലയ്യ തുറദു അലയ്യ, ഇന്ന സ്വലാത്ത, നിശ്ചയമായും നിങ്ങൾ ഈ ചാലക്കോട് ഈ ഒതുങ്ങിയ ഒരു ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും തുറന്നു അലയ്യ, എന്നിലേക്ക് എത്തിക്കപ്പെടുന്നുണ്ട് സ്വഹാബ, എന്നിലേക്ക് അത് എത്തിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് എത്തിക്കപ്പെടുന്നത്? സ്വഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ യാ റസൂലല്ലാഹ് തുറദു അലൈക സലാത്തുനാ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ എങ്ങനെയാണ് നബിയെ അങ്ങയിലേക്ക് എത്തുന്നത്? വഖദ് അരിംത, മരണപ്പെട്ട് കഴിഞ്ഞാൽ അതേ മണ്ണോട് മണ്ണായി പോയില്ലയോ, മണ്ണോട് മണ്ണ് തുരുമ്പി പോയില്ലയോ, അത് നശിച്ചു പോയില്ലയോ? പിന്നെ എങ്ങനെയാണ് യാ റസൂലല്ലാഹ് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എങ്ങനെയാണ് കേൾക്കുന്നത് എന്ന് ഹബീബായ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ച സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖാല ഇന്നല്ലാഹ ഹറമ അലൽ അർളി, അതേ ഭൂമിക്ക് അല്ലാഹു ഹറാമാക്കി സ്വഹാബ, ഭൂമിയുടെ മേൽ അല്ലാഹു ഹറാമാക്കി നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്ത്? അമ്പിയാക്കന്മാരുടെ ശരീരങ്ങളെ തിന്നുന്നത് ഭൂമിക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകന്മാർ മരണപ്പെട്ടു പോയവര് തുരുമ്പിൽ പോയിട്ടില്ല. ഈ അടുത്ത സമയത്തല്ലയോ ഒരു സമയത്ത് മദീന പള്ളിയുടെ ജന്നത്തുൽ ബഖിയ ആ സ്ഥലം പുനർനിർമ്മിച്ച സമയത്ത് ഒരു കാല് മണ്ണ് മാന്തുന്ന സമയത്ത് ഒരു കാല് കണ്ടപ്പോ ആ കാല് ആരെ കാലാണെന്ന് അറിയാതെ അവിടെ 3 പേര് ഉണ്ട്. നബി തങ്ങളുടെ ഖബറുണ്ട് അവിടെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഖബറുണ്ട്, ഉമർ തങ്ങളുടെ ഖബറുണ്ട്. 3 പേരെ ഖബറും അവിടെയാണ്. അവിടെയാ നബി തങ്ങളുടെ മദീനയില്. അപ്പൊ ഇത് ആരെ കാലാണെന്നറിയാതെ ആ സമയത്ത് ആ സ്വഹാബത്ത് സംശയിച്ചപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ആള് കാരണവർ വന്ന് പറഞ്ഞു, ഇത് ഉമറിന്റെ കാലാൻ. ആ സമയത്ത് അവിടെ പുനർനിർമ്മിച്ച സ്ഥലമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇരിക്കട്ടെ, മരണപ്പെട്ടു പോയാൽ ദുർബി പോകുമെന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ പേരിൽ ഹറാമാണത്. അതേ സ്വാലിഹീങ്ങൾ ഔലിയാക്കന്മാര്, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങൾ എത്രയോ ആളുകൾ ഇന്നും മരണപ്പെട്ട് നശിക്കാതെ ഖബറിൽ കാണും. അല്ലാഹു നമ്മുടെ എല്ലാം ശരീരങ്ങൾ അങ്ങനെയാക്കി തെരുമാറാകട്ടെ. നമ്മളല്ലേ അത് വേണ്ടത്? ചിതലും പൊഴുക്കലും താവളം വരുത്തുണ്ടതിൽ സന്തോഷമാണ് അവർക്ക് നീ ചൊല്ലുന്നതിൽ. നമ്മൾ ചൊല്ലുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള ആർക്കാണ്? തേളുകൾക്കും പുഴുക്കൾക്കുമാണ്. പുഴുക്കൾ ഖബർ വെച്ച് മൂടി എല്ലാരും പോയി. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പാമ്പ് വരും? അല്ലാഹ് അർഹമുർ റഹീമായ റബ്ബേ, ആ സമയത്തല്ലേ നമ്മൾ കണ്ടില്ലേ എന്തെങ്കിലും ഭക്ഷണങ്ങള്, എന്തെങ്കിലും മാംസമോ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഉറുമ്പുകള് ഇത് എവിടുന്നാ എങ്ങനെയാ വന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? അവിടെ ഉറുമ്പുകൾ വന്നു. മരണപ്പെട്ടു പോയ ഒരാളെ ഈ സമയത്ത് നമ്മളെ മഹലിൽ തന്നെ മരണപ്പെട്ടു പോയ ഒരു ബന്ധുവിനെ കാണാൻ പോയപ്പോ ആ ബന്ധുവിന്റെ ശരീരത്തിൽ ചെറിയ ചെറിയ ഉറുമ്പുകള് ഓടുന്നത് കണ്ടപ്പോൾ നോക്കുമ്പോ എന്താ, കട്ടിലിനടിയിൽ വെള്ളം വെച്ചില്ല, കട്ടിൽ ഭൂമിയോട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ശരീരത്തിന്റെ സ്മെല്ലടിച്ചിട്ട് ഈ സാധനങ്ങൾ വരും. അതുകൊണ്ടാണ് എന്താ മരണപ്പെട്ടു പോയ ആളിന്റെ കട്ടിലിന്റെ 4 കാലിനും വെള്ളം വെച്ച പാത്രം വെക്കണം എന്ന് പറഞ്ഞത്. വെള്ളം വെച്ച പാത്രം, വിശാലമുള്ള ഒരു പാത്രത്തിൽ വെള്ളം വെച്ച്, അപ്പൊ പിന്നെ അങ്ങനെ ഉറുമ്പ് കയറില്ല. ആ ഉറുമ്പ കടിക്കുന്നു,
ചെറിയ ചെറിയ ഇത്രയും നമുക്ക് കാണാൻ പറ്റാത്ത ചെറിയ ഉറുമ്പിന്റെ കടി സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മരണം എന്ന് പറയുന്ന ഭയാനകമായ വേദന അനുഭവിക്കാൻ? അല്ലാഹുവേ, നമ്മൾ പോകേണ്ട നമുക്ക് വരേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ചെറിയ ഉറുമ്പിന്റെ കടി പോലും സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആ ജീവിയുടെ കടിക്ക് ഇത്ര കാഠിന്യമാണെങ്കിൽ, അതിനിത്ര കഴിവുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കും നമുക്ക് വലിയ കഴിവാണ്, നമ്മളെക്കാട്ടി കഴിവുണ്ട് ചിതലിന്. ഈ കാണുന്ന ഈ തടികള്, ഈ കാതിലുള്ള ഈ തടികളെ തിന്നാൻ കഴിവ് ചിതലുകൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീവിയാണ്, നമ്മളെ പല്ലിന് സാധിക്കുകയില്ല എങ്കിൽ അതിന്റെ പല്ലുകൾക്ക് അതിന് കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഒന്നും നിസ്സാരമല്ല. അപ്പോൾ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കേണ്ട ഒരു സ്റ്റേജാണ് മരണം. ആ മരണം എന്ന് പറയുന്ന പ്രതിഭാസം നമ്മളെ തേടി വരും കേട്ടോ. ആരായാലും എവരായാലും അവിടെ അനുവാദം ചോദിക്കാതെ കടന്നു വരുന്ന ഒരു അതിഥിയാണ് നമ്മുടെ മരണം. എത്ര ആളുകളാണ് നമ്മളിൽ നിന്ന് പോയവര്, ഈ വീട്ടിലേക്ക് നിന്ന് ഇറങ്ങി ജോലിക്ക് പോയവര് അവസാനം വരുമ്പോൾ ആംബുലൻസ് വാഹനങ്ങളിലല്ലേ മടങ്ങി വരാറുള്ളത്. അള്ളാഹു നമ്മളെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ട ദുആയാണ്, അല്ലാഹ് ഫുജുബത്തിൽ മൗത്തിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ റഹ്മാനേ. നമ്മളെ നീ തൗബ സ്വീകരിച്ചവനായ നിലയിൽ നീ ഞങ്ങളെ മരിപ്പിക്കണം അല്ലാഹ്. നമസ്കരിക്കുന്നവനായ നിലയിൽ നീ മരിപ്പിക്കണം അല്ലാഹ്. അങ്ങനെ ഉള്ളൊരു മരണം നീ ഞങ്ങൾക്ക് നൽകണമെന്ന് നമ്മൾ ഓരോരുത്തരും എപ്പോഴും ദുആ ചെയ്യേണ്ടവരാണ്. ഇരിക്കട്ടെ, ഈ വെള്ളിയാഴ്ചയുടെ മഹത്വത്തെ പറ്റി നിബിധങ്ങൾ പറയാൻ നശിച്ചു പോകില്ല. മൂന്നാമത് നിബിധങ്ങൾ പറഞ്ഞത് സൂറത്തുൽ കഹ്ഫിനെ പറ്റിയാണ്. ഈ ദിവസം 24 മണിക്കൂർ സമയമുണ്ട്. പ്രത്യേകമായി സുന്നത്താണ് സൂറത്തുൽ കഹ്ഫ് ഓതുക. ആ സൂറത്തുൽ കഹ്ഫ് ഓതിയാലോ 8 ദിവസത്തെ മുസീബത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. സൂറത്തുൽ കഹ്ഫ് നമുക്ക് ഓതാം. മഗ്രിബ് വരെ നമുക്ക് സമയമുണ്ട്. ഇന്നലെ ആ സമയം മുതൽ ഇന്ന് മഗ്രിബ് വരെ 24 മണിക്കൂർ നമുക്ക് ഈ സമയത്തിനുള്ളിൽ നമുക്ക് സൂറത്തുൽ കഹ്ഫ് നമുക്ക് ഓതി തീർക്കാം. 10-25 മിനിറ്റ് സമയമുണ്ടാവുകയുള്ളൂ. അങ്ങനെ നമ്മൾ സ്ഥിരം പോകുന്നവർക്ക് ഫിത്നയിൽ നിന്നും അല്ലാഹു രക്ഷ കൊടുക്കും. അതേ കാവൽ നൽകും. അവനെ മുസ്ലിമിൽ നിന്ന് അല്ലാഹു കാത്തു രക്ഷിക്കും. അതേ അവനക്ക് അല്ലാഹു കാവൽ പ്രത്യേകമായി നൽകും. നമ്മൾ കണ്ടിട്ടില്ലേ, വന്ന് പെട്ടെന്നൊരു അപകടം മിന്നൽ പോലെ മാറിപ്പോയ ചില അനുഭവങ്ങൾ നമുക്കുണ്ടാകും, എല്ലാവർക്കും ഉണ്ടാവും. ഇതൊക്കെ എന്താണ്? നമ്മൾ ചെയ്യുന്ന ഈ സദക്കകളൊക്കെയാണ്. നമ്മൾ ചെയ്യുന്ന സദക്കയും നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളുമാണ്. മൂന്നാമത് നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞത്, ഈ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും മഹത്വമുള്ള കാര്യം എന്താണ്? മരണപ്പെട്ടു പോയ മാതാവിനും പിതാവിനും വേണ്ടി ദുആ ചെയ്യലാണ്. ഖബർ സിയാറത്ത് മൻസാറ യൗമൽ ജുമുഅത്തി അബവൈഹി, മാതാപിതാക്കൾക്ക് നിങ്ങൾ സിയാറത്ത് ചെയ്യണം. അല്ലെങ്കിൽ ഔ അഹദഹുമാ, അവരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടവർ ഉണ്ടെങ്കിൽ അവർക്ക് സിയാറത്ത് ചെയ്യൽ വളരെ ശ്രേഷ്ഠമായ ദിവസമാണ് ഈ ദിവസം, വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടവരാണ്. സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിവസമാണ്, സമയമാണ്. നമ്മൾ സ്വലാത്തുകൾ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് മരണപ്പെടുന്ന സമയത്ത് പരിപൂർണമായ ഈമാനോടുകൂടി നമ്മൾ മരിക്കണം. ഇല്ലാതെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെ പരാജയപ്പെട്ടു പോയി. നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മളുടെ എത്രയോ ആളുകൾ നല്ലതുപോലെ മരണപ്പെട്ടു പോയ ഉപ്പമാര് സഹോദരങ്ങളുണ്ട്. എത്രയോ ആളുകളുണ്ട് കഷ്ടപ്പെട്ടവര്. ഈ ലോകത്തിന്റെ കഷ്ടപ്പാട് കണ്ട് ആരും അന്തം വിട്ടു പോകരുത്. ഇത് കഷ്ടപ്പാടിന്റെ ലോകമാണ്. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഈ ലോകം കഷ്ടപ്പാടിന്റെ ലോകമാണ്. കഷ്ടപ്പാടില്ലാത്ത ഒരു ലോകം അത് ആഖിറമാണ്. ഇന്നലെ ഞാൻ ഒരു കിതാബ് നോക്കിയപ്പോ സ്വർഗത്തിലെ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു സ്വർഗത്തിൽ അല്ലാഹു നമുക്ക് നൽകി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അനുഭൂതികൾ എന്തൊക്കെയാണ്? ഒരാൾ ചോദിക്കും, എന്താണ്? ദുനിയാവിലെ ഒരു രാജാവിന് കിട്ടുന്ന അധികാരങ്ങളെക്കാളും നിനക്ക് ഞാൻ നൽകിയാൽ നീ തൃപ്തനാകുമോ എന്ന് സ്വർഗത്തിൽ വരുന്ന അവസാനത്തെ ആളിനോട് അല്ലാഹു ചോദിക്കുകയാണ്. ആരാണ്? സ്വർഗത്തിൽ കിടക്കുന്ന അവസാനത്തെ ആളിനോട് അല്ലാഹു ചോദിക്കുകയാണ്,
നീ തൃപ്തനാണോ? ഈ ദുനിയാവിലെ രാജാവ് നൽകുന്ന പദവികൾ നിനക്ക് ഞാൻ നൽകിയാൽ നീ അത് തൃപ്തനാകുമോ എന്ന് ചോദിക്കുമ്പോ, ഓ അല്ലാ, എന്താണ് ആ അനുഗ്രഹം? ഇവിടുത്തെ രാജാവിന്റെ കാര്യം, നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യം തന്നെ നോക്കൂ, അല്ലെങ്കിൽ വേണ്ട നമ്മളൊരു മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെ നോക്കൂ. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്, എത്ര വണ്ടികളാണ് എസ്കോർട്ട് ഉള്ളത്, എന്തെല്ലാം സുരക്ഷിതത്വമാണ്, എന്തൊക്കെയാണ് ഉള്ളത്. സാധാരണ ഒരു മന്ത്രിക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ലോകം അടക്കി ഭരിക്കും രാജാക്കന്മാർക്ക് എത്ര അനുഭൂതിയാണ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു രാജാവിന് നൽകുന്ന അനുഗ്രഹം നിനക്ക് നൽകിയാൽ നീ തൃപ്തനാകുമോ എന്ന് ചോദിക്കുമ്പോ, ഓ എത്രമാത്രം അനുഗ്രഹമാണ്. അപ്പോൾ അതിനേക്കാളും അനുഗ്രഹമാണ് അല്ലാഹു തആല സ്വർഗത്തില് നമുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ കിടക്കാൻ അല്ലാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നസീബാക്കി തരും, അനുഗ്രഹിക്കുമാറാകട്ടെ. വെന്റിലേറ്ററിൽ കഴിയുന്ന നമ്മുടെ ജമാഅത്ത് അംഗം അബു എന്ന സഹോദരന്റെ അസുഖം ശരിയാകാൻ ദുആ ചെയ്യാൻ 1000 രൂപ സമ്പന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ അസുഖം അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസത്തിന്റെ ബർക്കത്തുള്ള അല്ലാഹ് അർഹമുർ റഹീമായ റബ്ബേ, ആ സഹോദരൻ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരു സഹോദരിയുടെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആകാൻ ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ബേ, ആ സഹോദരിയുടെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആക്കാൻ അല്ലാഹ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. മാതാവിന്റെ മക്കളത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ട കബീറിന്റെ മക്കളത്തിന് വേണ്ടി ദുആ ചെയ്യാൻ മാതാവ് 1000 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ കബീറിന്റെ ഖബർ അല്ലാഹു വിശാലവും സ്വർഗ്ഗവുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട സുഹറ ബീവിയുടെ മക്കളത്തിന് വേണ്ടി നൈഹ മോളുടെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ റഹ്മാൻ റഹീം റബ്ബേ, സുഹറ ബീവിയുടെ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ. ആ നൈഹ മോൾക്ക് നീ ആയുസ്സും ആയുരാരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബുദ്ധിശക്തി ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അതേപോലെ മദ്രസ സമയക്രമം, അതുകൊണ്ട് 2026 വർഷത്തെ ഉളുഹിയത്ത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ട് അസ്ർ നമസ്കാരത്തിന് ശേഷം ആലോചനാ യോഗം ചേരുന്നതിന് വേണ്ടി ജമാഅത്തിലെ എല്ലാ അംഗങ്ങളും ആലഞ്ചേരി പള്ളി അങ്കണത്തിൽ എത്തിച്ചേരണമെന്നും ഈ വർഷത്തെ ഉളുഹിയ കർമ്മം വിജയകരമാക്കുന്നതിന് എല്ലാ ജമാഅത്ത് അംഗങ്ങളുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഏറ്റവും മഹത്തായ ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ശൗവാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ് ദിവസങ്ങളൊക്കെ ഒരു മഹത്തായ ദിവസങ്ങളാണ്. ഉദൂഹിയത്തിന്റെയും ബലിപ്പെരുന്നാളിന്റെയും ഇബ്രാഹിം നബിയുടെയൊക്കെ സ്മരണ പുതുക്കുന്ന ദിവസങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉദൂഹിയത്ത്. അതിൽ പങ്കാളികളാകാൻ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരൻ ജോലി കിട്ടാനും പരീക്ഷയിൽ വിജയം നേടാനും 100 രൂപ അർഹമുർ റഹീം റബ്ബേ, ആ സഹോദരനെ നീ നല്ല ജോലി കിട്ടാനും അതിൽ നീ ബർക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അതുപോലെ നമ്മുടെ ജമാഅത്തിൽപ്പെട്ട നമ്മുടെ വലിയ പള്ളിയിൽ PA നിൽക്കുന്ന കോയ സാഹിബ്, ആ സഹോദരന്റെ ഭാര്യയ്ക്ക് വലിയ അസുഖമാണ്. അതിലെല്ലാവരും ആ സഹോദരനെ സഹായിക്കണം. പുറത്ത് ഉണ്ടാകും ഒരു ബക്കറ്റ്. നമ്മുടെ ഈ ജമാഅത്തിൽ ജോലി ചെയ്യുന്ന സാധുക്കളായ ആളുകളാണ് അവരെയൊക്കെ നമ്മൾ സഹായിച്ച് സന്തോഷിപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെന്നല്ല, ഒരു മുഅ്മിനായ മനുഷ്യനെ നമ്മൾ സഹായിച്ചാൽ സന്തോഷിപ്പിച്ചാൽ അതിനേക്കാളും വലിയ സന്തോഷം വേറെ എന്തുണ്ട്? അതാ പറയാം, മൻ സാറ സുറൂറൻ നാസ്, ജനങ്ങളെ ഒരു മുഅ്മിനായ മനുഷ്യനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ, അത് ഉസ്താദാകാം, തങ്ങളാകാം, നമ്മൾ അയൽക്കാരനാകാം, ബന്ധുവാകാം, ആരുമാകട്ടെ, ഒരാള് വീടില്ലാത്തവനോ അല്ലെങ്കിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവനോ അവനെ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ അവന്റെ സന്തോഷം എത്രമാത്രമുണ്ടോ അതിനേക്കാളും വലിയ സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറയിൽ വെച്ച് ആ സഹോദരൻ നൽകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ ചൂട് കണ്ടില്ലേ? അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. മഴയില്ല എങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ദുഷ്കരമാണ്. അല്ലാഹുമ്മ അഅ്സിനാ, അല്ലാഹുമ്മ അഅ്സിനാ, അല്ലാഹുമ്മ അഅ്സിനാ. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആമീൻ പറയുക. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമുർ റഹീമായ റബ്ബേ, മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, രാജസയ്യിദായ അല്ലാഹ്, മുസ്തഖിൽ അസ്ബാബായ കർമ്മകടലായ കാരുണ്യവാനായ അല്ലാഹ്, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് റബ്ബേ ജുമാ ദിവസം ഞങ്ങൾ ഒരുമിച്ച് കൂടിയതിന്റെ ഉദ്ദേശം നിനക്കറിയാമല്ലോ അല്ലാഹ്. ആ ജുമാ നമസ്കാരം നമസ്കരിക്കാനും
ദുആ ചെയ്യാനുമാണ് റബ്ബേ, നീ കബൂലാക്കണം അല്ലാഹ്. ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് ഉദ്ദേശങ്ങൾ ഉള്ളവരാണ് റബ്ബേ. ഓരോ ഹൃദയങ്ങളിലും അല്ലാഹുവേ ദുഃഖങ്ങളുടെ പെരുമഴയാണ് അല്ലാഹ്. വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ. രോഗം കൊണ്ട് കഴിയുന്നവര്, വീടില്ലാതെ വിഷമിക്കുന്നവര്, സമ്പത്തില്ലാതെ ബുദ്ധിമുട്ടുന്നവര്, അല്ലാഹുവേ ദാമ്പത്യ ജീവിതം കഷ്ടത്തിലായവര്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ട് റഹ്മാനേ. അല്ലാഹുവേ കൈവേദന, കാലുവേദന ഉള്ളവര്, അല്ലാഹുവേ ഉദരവേദന ഉള്ളവർ, അങ്ങനെ പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് എല്ലാവരെയും നിനക്കറിയാമല്ലോ നാഥാ. ഞങ്ങളുടെ കരങ്ങളെ നീ തട്ടല്ലേ അല്ലാ. ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. അർഹമുർ റഹീമേ, കൂലിപ്പണി ചെയ്യുന്നവരുണ്ട് അല്ലാ, നിന്റെ പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരുണ്ട് അല്ലാ, ഡ്രൈവർമാരുണ്ട് അല്ലാ, സർക്കാർ ജോലി ചെയ്യുന്നവരുണ്ട് അല്ലാ, ഗൾഫ് യാത്ര ചെയ്യുന്നവരുണ്ട് അല്ലാ, ബിസിനസ് നടത്തുന്നവര്, കച്ചവടം ചെയ്യുന്നവര്, അങ്ങനെ പല ജോലികളിൽ ഏർപ്പെട്ടവര് ഈ സദസ്സിലുണ്ട് റബ്ബേ. അവർക്ക് എല്ലാവർക്കും നീ ഖൈർ ബർക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ അവരുടെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ നിനക്ക് അറിയാമല്ലോ അല്ലാ. 1000, 500, 2000 കൊടുത്തവരുണ്ട് അല്ലാ, 100 കൊടുത്തവരുണ്ട് അല്ലാ, ഈ ബക്കറ്റിൽ പൈസ ഇട്ടവരുണ്ട് അല്ലാ. പടച്ചവനെ കോയാക്കാക്ക് വേണ്ടി സദഖ ചെയ്യാനിരിക്കുന്നവരുണ്ട് അല്ലാ. അവർക്കെല്ലാം നീ ഖൈർ ബർക്കത്ത് കൊടുക്കണം അല്ലാ. അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാ. ആരുടെയും സഹായമില്ലാത്ത മഹ്ശറയിൽ റബ്ബേ നീ ഞങ്ങൾക്ക് സഹായം നൽകണേ അല്ലാ. ഇന്ന് ജീവിച്ചിരിക്കുന്ന നിസാമുദ്ദീൻ നാളെ ഖബറിലാണല്ലാ, ഖബറിലാണ് റബ്ബേ. അവിടെ സഹായിക്കാൻ ഒരു ഇൻസാനും ഇല്ല റബ്ബേ. നിന്റെ സഹായമല്ലാതെ സഹായമില്ല അല്ലാ. ഖബർ ശിക്ഷയെ തൊട്ട് നീ ഞങ്ങളെല്ലാം നീ കാക്കണം റഹ്മാനേ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണം അല്ലാ. ഞങ്ങൾ ഊണിലും ഉറക്കിലും ഞങ്ങൾ പാപങ്ങൾ ചെയ്യുന്നവരാണ് അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. പാപികളായി മരിപ്പിക്കല്ലേ അല്ലാ. മരണവേദന തൊട്ട് നീ കാക്കണേ അല്ലാ. അർഹമുർ റഹീമേ, ദാഹമില്ലാതെ വിശപ്പില്ലാതെ പ്രയാസങ്ങളില്ലാതെ റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ വിളിച്ച് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് റബ്ബേ സുജൂദിലായി ഒന്നുകൂടി റബ്ബേ മരണപ്പെടാ ഈ സാദിഖായ ഞങ്ങൾക്കും ഞങ്ങളുടെ ബന്ധപ്പെട്ടവർക്കും ഈ ശബ്ദം കേട്ട് ആമീൻ പറയുന്നവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ജോലിയിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനേ. ഞങ്ങൾ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. സദഖ ചെയ്യുന്ന എല്ലാവരെയും നീ കാക്കണം റഹ്മാനേ. അല്ലാഹുവേ സദഖ ചെയ്യുന്നവരല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും നീ കാത്തു രക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ് ഞങ്ങളെ പഠിപ്പിച്ചു തമ്പുരാനെ. എല്ലാ അപകടങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. ببركة حبيبك المصطفى محمد صلى الله عليه وسلم وأصحاب محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين والحمد لله رب العالمين. പോകുന്നവർ എല്ലാവരും ആ ബക്കറ്റിൽ എല്ലാവരും ഉള്ളതനുസരിച്ച് എല്ലാവരും സദഖ ചെയ്യുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.